ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 10 ശ്ലോകം 7. തസ്യാധസർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാക്രതുമുനിഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരും ഉണ്ടായി. പിന്നീട് വസിഷ്ഠനും ദക്ഷനും ഉദ്ഭവിച്ചു. അല്ലയോ സർവശക്തനായ ഭഗവാനെ, നിന്തിരുവടിയുടെ പാദദാസനായ ശ്രീ നാരദ മഹർഷിയും ഉണ്ടായി. ഏതേത് അവയവങ്ങളിൽ നിന്ന് ജനിച്ചുവെന്ന് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നു. മരീചി മനസ്സിൽ നിന്നും, അത്രി നേത്രത്തിൽ നിന്നും, അങ്കിരസ് മുഖത്തു നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണവായുവിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ മടിയിൽ നിന്നും എന്ന് പുരാണ പ്രസിദ്ധി.